പുറത്ത് ഭയങ്കര ചൂടാണ്. ഗ്ലാസ്സിലുണ്ടായിരുന്ന ജ്യൂസ് ചൂട് കാരണം ആവിയായി പോയി. അതെന്റെ വയറ്റിലെ ചൂടായിരുന്നു. ഞാനാണ് അവസരം നോക്കി നിന്റെ ജ്യൂസ് മുഴുവൻ കുടിച്ചു തീർത്തത്. സംശയമുണ്ടോ? ഇപ്പൊ എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി ഫാൻ ഓൺ ആക്കി തരാം. ഹണി, നീ വീടൊക്കെ വൃത്തികേടാക്കുകയാണോ? എപ്പോഴെങ്കിലും വീടൊന്ന് വൃത്തിയാക്കാൻ പഠിക്ക. സോറി. Wow, how cool! കന്നാ സാറേ, ഇന്ന് സൺഡേ അല്ലേ? സാറാണെങ്കിൽ ഇന്ന് പുറത്തോട്ടെങ്കിലും പോകുന്നില്ല. പിന്നെ എന്തിനാ ഈ കാർ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ പിള്ളേരെ, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. ഡെയിലി വൃത്തിയാക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. അടികൈ. പറയൂ. ഡേച്ചൂം 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 എന്ന് ആർക്കും പറയാൻ കഴിയും. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയൂ, ഡേച്ചൂം ഡേച്ചൂം. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സും ശരീരവും ശാന്തമാകും. പക്ഷെ അതിലും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചുറ്റുവട്ടം വൃത്തിയായിരിക്കുക എന്നത്. ഇതാ കണ്ടോ, ഞാൻ ഡസ്റ്റ്ബിൻ വൃത്തിയാക്കിയിരിക്കുന്നത്. പറയൂ, ഡാച്ചൂം 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 ഡാച്ചൂം. ലോകത്തിലെല്ലാ മനുഷ്യരും പരിസരം വൃത്തിയാക്കുന്നുണ്ട്. ഈ രാജ്യത്തൊരു പൗരൻ എന്ന നിലയ്ക്ക് ഞാനത് പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാനതിന് തുടക്കം കുറിക്കും. പരിസരം വൃത്തിയായി കഴിഞ്ഞാൽ നാട് വൃത്തിയാവും. നാട് വൃത്തിയായി കഴിഞ്ഞാലോ നമ്മുടെ ഈ രാജ്യം തന്നെ വൃത്തിയാവും. അല്ല, ഇതെന്താ ഞാനിപ്പോ ഖന്നസാറിനെ പോലെ സംസാരിക്കുന്നത്? ആദ്യം എന്റെ തലയൊന്ന് വൃത്തിയാക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ശുചിത്വത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിലേ ആദ്യം നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ഓടിക്കോ എല്ലാരും റോളറിന്റെ ബ്രേക്ക് പോയി. വേഗം പുറകോട്ട് മാറ്റ്. ആ കാർ എങ്ങനെ പുറകോട്ട് മാറ്റാൻ പറ്റുന്നത്? എടാ, സ്കൂട്ടർ പിന്നിലേക്ക് മാറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. വേഗം ചെയ്യ. സ്കൂട്ടർ കാറിന്റെ ബമ്പറിൽ കുടുങ്ങിയിരിക്കുകയാണ്.
ഒന്ന് വേഗം ആവട്ടെ. മാറ് മാറ് മാറ്. റോഡ് റോളറിന്റെ ആവശ്യമേ വന്നില്ല. അതിനു മുമ്പേ തന്നെ സ്കൂട്ടർ പപ്പടം പോലെ ആയി. എല്ലാവരും മാറിക്കോ മാറിക്കോ മാറിക്കോ. അയ്യോ മാറ് മാറ് മാറ്. അയ്യോ മാറിക്കോ. നമുക്ക് വേഗം ഇവിടെ പോയേക്കാം. മാറ് മാറ്. അയ്യോ മാറിക്കോ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. റോളർ കേറി ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ റോഡിൽ പടമായിട്ടിരുന്നേനെ. പിന്നെ നമ്മൾ ഏതാ സ്കൂട്ടർ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. സംശയം എന്റെ സ്കൂട്ടർ ഇന്നതിന്റെ ആനിവേഴ്സറി ആയിരുന്നു. ഇത് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ഷോപ്പ് ചെയ്തതാ. പക്ഷെ ഇതിപ്പോ പപ്പട പോലെ പൊടിഞ്ഞു പോയല്ലോ. സംശയമുണ്ടോ? ഇവിടെ പോപ്പട്ടെ, ഇവിടെ നടക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലടാ. കൊച്ചലിയ സ്കൂട്ടർ കത്തിപ്പോയിട്ടില്ല, കഷ്ണങ്ങളായിരിക്കാണ്. മാത്രമല്ല പോപ്പട്ട് പറഞ്ഞതുപോലെ സ്കൂട്ടർ ഒരിക്കലും പപ്പടമായിട്ട് മാറില്ല. അങ്ങനെ പപ്പടമായിരുന്നെങ്കിൽ അത് പൊടിച്ച് കഴിക്കുകയും ചെയ്യായിരുന്നല്ലോ. ഒന്ന് മിണ്ടാതിരിക്കടാ. ഞാൻ ഈ സ്കൂട്ടറിനെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിൽ എന്തുമാത്രം ഓർമ്മകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഒരുപാട് ആപത്തിൽ നിന്ന് ഈ സ്കൂട്ടർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനിപ്പോ ഒരു ആപത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ. നീ കരയേണ്ട തോർത്താറേ, നിന്റെ ഈ സ്കൂട്ടർ അങ്ങനെ വേസ്റ്റ് ഒന്നും ആവില്ല. ഞങ്ങളിത് കഞ്ഞിയുടെ അച്ചാറിനെ കൂടെ ചേർത്ത് കഴിച്ചോളാം. ഏകദേശം 12:30ക്കാണ് ആക്സിഡന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു 12:15 വന്നു കഴിഞ്ഞാൽ ആ സ്കൂട്ടറിനെ രക്ഷിക്കാൻ പറ്റില്ലേ? ഹണി, ആ മജീഷ്യനാക്ക നമ്മുടെ സ്കൂട്ടറിനെ പോത്താക്കി മാറ്റിക്കളഞ്ഞ് കണ്ടില്ലേ? എടാ ഇത് പോത്ത് തന്നെയാ. അപ്പൊ നമ്മുടെ സ്കൂട്ടർ എവിടെ പോയി? നീ എന്തോ മണ്ടത്തരം കാണിച്ചതാ. ഞാനൊരു കഴുതയാ, പക്ഷെ അത്രക്ക് മണ്ടത്തരം കാണിക്കുന്ന കഴുതയൊന്നും അല്ല. ദാ നോക്കേ വാച്ചിലേ, ഞാൻ ഉച്ചക്ക് 12:15 സമയം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എടാ ഹണി, നീ PM ആടാ സെറ്റ് ചെയ്തേ. PM-ഓ? നമ്മുടെ പപ്പടായി പോയ സ്കൂട്ടറും പ്രൈം മിനിസ്റ്ററും തമ്മിൽ എന്താ ബന്ധമുള്ളത്? എടാ AM-ഉം PM-ഉം അതാ പറഞ്ഞത്. നീ രാവിലെ തന്നെ പകരം രാത്രിയിലെ സമയം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂട്ടർ ഉച്ച കഴിഞ്ഞപ്പോഴേ പപ്പടമായി. സംശയമുണ്ടോ? ഇപ്പൊ മൊത്തത്തിൽ കുഴപ്പമായതുപോലെ ഉണ്ട്. ഇവനെന്താ ഇങ്ങനെ? പാസ്റ്റിലും പ്രസന്റിലും എല്ലായിടത്തും ഒരേ കരച്ചില് തന്നെയാ. ഹണിയുടെ തലയിൽ നിന്ന് വൃത്തിയുടെ ഭൂതത്തെ പുറത്താക്കണം. ഇന്നലെ വഴിയിലൂടെ നടന്നു പോയ ഒരാളെ പേപ്പട്ടി കടിച്ചു. ലോട്ടറി എടുത്തപ്പോ 2,30,000 രൂപയുടെ സമ്മാനം എനിക്ക് അടിച്ചു. അടികൈ. ഈ ടിക്കറ്റ് എത്ര പേരുടെ കയ്യിൽ നിന്ന് വന്നതായിരിക്കും? ഞാനിത് വൃത്തിയാക്കി തരാം. അങ്ങനെ ചെയ്യരുത്. അയ്യോ എല്ലാം പോയേ. ഇന്ന് രാവിലെ കഴിക്കുന്ന 2 മുട്ടയാണല്ലോ പുഴുങ്ങിയത്. സാധാരണ ടീഷർട്ട് അല്ലേ കഴുകാൻ. നീ എന്തിനാണ് ലോട്ടറി കഴിക്കുന്നത്? ഇത് വല്ലാതെ അങ്ങ് കൂടുന്നുണ്ട്. നീ ഖന്ന സാറിന്റെ കൂടുതലാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഈ വീട്ടിലുള്ള തുണികളെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എല്ലാ തുണികളും എടുത്തിട്ട് അലക്കും. കാരണം തുണി ഈ മാജിക്കൽ ട്രംപറ്റ് എന്റെ ജീവനാണ്, ജീവനാണ്, ജീവനാണ്. ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. മനസ്സിലായോ?
പൂച്ചകളെ എന്റെ ട്രംപറ്റിനെ രക്ഷിക്കണേ. ആരും ഇതുവരെ പാസ് ചെയ്ത് തന്നില്ല. എടാ നിന്റെ അടുത്ത് പാസ് ചെയ്യാനായിട്ട് നമ്മള് ഫുട്ബോൾ അല്ലേ കളിക്കുന്നത്. ബണി നീ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഞാൻ ഫ്രണ്ടല്ല, ഞാൻ അടിമയാ. അതും ഡോഗർമാന്റെ അടിമയാ. അവൻ രക്ഷപ്പെടാൻ നോക്കുവാണ്. സൈക്കിളെ വേഗം മോട്ടോർ ബോട്ടായി മാറ്. എടാ കഴുതേ, നീ എന്തായി കാണിച്ചത്? ഈ മണലിക്കൂടെ മോട്ടോർ ബോട്ട് എങ്ങനെ ഓടിക്കാനാടാ? സൈക്കിളായിട്ട് മാറ്. നമ്മൾ എത്തിപ്പോയി. സൈക്കിളെ വേഗം മോട്ടോർ ബോട്ടായിട്ട് മാറ്. ഇങ്ങനെ പോയ ജീവിതകാലം മുഴുവൻ അവന്റെ പുറകെ തന്നെ പോവേണ്ടി വരും. അവ ചോദിക്കുന്നതല്ല ആ തൊപ്പി കൊടുക്കുന്നുണ്ട്. അത് ശരി, ആ തൊപ്പി കയ്യിലുണ്ടെങ്കിലല്ലേ അവൻ എന്തെങ്കിലും ചോദിക്കുള്ളൂ. അടിപൊളി ബോംബ്. ഇനി നിങ്ങൾ പറഞ്ഞോ അടിപൊളി. നീ ഞങ്ങളെ ഒരുപാട് ഓടിച്ചു. നിന്നെ ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ ഞങ്ങൾ അടച്ചിടും. അതിൽ നിന്ന് കനകാൻ കഴിയില്ല. എടാ കഴുതേ, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ ഈ പാത്രമൊക്കെ വൃത്തിയാക്കുവാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കേ. എന്റെ അമ്മ. ഈ പൂച്ചകൾ കാണിക്കുന്ന വേലത്തരങ്ങൾ കണ്ട ആർക്കായാലും നാണക്കേട് തോന്നിപ്പോവും. ഇവരെ നമ്മൾ തടഞ്ഞേ മതിയാവൂ പോപ്പാ. ഹണി ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ആവാൻ പോകുന്നുള്ളൂ. ഗുല്ലുമാലു ഗുല്ലുമാലു, എനിക്ക് വേഗം ഒരു പാരച്ചൂട്ട് തരൂ. തൊപ്പി. ഒരിക്കലും ഈ തൊപ്പി പറഞ്ഞതനുസരിക്കാറില്ല. ഓ അത് ശരി, എന്റെ അടുത്താണ് നിന്റെ ഒക്കെ കളി. സൈക്കിളെ വേഗം കുടയായിട്ട് മാറ്. അയ്യോ, എന്താണ് ഈ ചെയ്യുന്നത്? എനിക്ക് ഇത്രയും ഭാരം താങ്ങാനാവില്ല. സംശയമുണ്ടോ?
എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ദാ നോക്കിയ പോപ്പട്ടെ, ഇൻസ്പെക്ടർ പാണ്ട കള്ളനെ കൈയോടെ തന്നെ പിടിച്ചു. എടാ നീ ആ കൊട ഒന്ന് മര്യാദക്ക് പിടിക്ക്. താഴെ വീണാലേ നീ ഏതാ കൊട ഏതാന്ന് മനസ്സിലാവില്ല, പറഞ്ഞേക്കാം. സംശയമുണ്ടോ?